പല ബിസിനസ് ഓണേഴ്സിനുള്ള ഒരു കൺഫ്യൂഷനാണ്, എൻ്റെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ സെയിലൊന്നും നടക്കണില്ല, ഈ പ്രൊഡക്റ്റിന് വല്ല പ്രോബ്ലംസ് ഉണ്ടോ? സത്യത്തിൽ പ്രൊഡക്റ്റിന്റെ പ്രശ്നമായിരിക്കില്ല, നിങ്ങളെ കസ്റ്റമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ എന്താണ് സെല് ചെയ്യണതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ കസ്റ്റമർക്ക് അത് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പൊതുവെ കസ്റ്റമേഴ്സ് ഒക്കെ തിങ്ക് ചെയ്യണത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം കിട്ടുക എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഫീച്ചേഴ്സും ലോങ് ഡീറ്റെയിൽസും ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കസ്റ്റമറുടേതായ വഴിക്ക് പോകും. ഇവിടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഉഷാറില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും, ഇന്ന ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളത് കസ്റ്റമറിന് മനസ്സിലാവണില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ടീം ഒരു കസ്റ്റമറോട് പറയാണ്, ഞങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ചെയ്യുന്ന ടീമാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം നിങ്ങളെ ഓൺലൈൻ കസ്റ്റമേഴ്സിനൊക്കെ ഒന്നുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ ഷെയറാവട്ടാ, ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു തരാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും. ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമേഴ്സ് നോക്കുന്നത് പ്രൊഡക്റ്റുകൾ മാത്രമല്ല, അതിൻ്റെ വാല്യൂ ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് ക്ലിയർ ആയാൽ സെയിൽസും സർവീസും ഒക്കെ നടക്കും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തോളി, വെറുതെ ആവില്ല.